അത് ഏറ്റവും ആശ്വാസകരമായ വാർത്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ 2-3 ദിവസത്തിനകം രാജ്യ അതിർത്തി അത്ര സംഘർഷഭരിതമായിരുന്നു. ആവർത്തിച്ചുള്ള പ്രകോപനങ്ങളിൽ തിരിച്ചടിക്കുക, പ്രത്യാക്രമണം നടത്തുക, രാജ്യസുരക്ഷ സംരക്ഷിക്കുക എന്ന നിലപാടാണ് രാജ്യം എടുത്തിട്ടുള്ളത്. പാകിസ്ഥാന്റെ പ്രകോപനം തുടർന്ന സ്ഥിതിക്ക് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമുണ്ടായി എന്ന ഇന്ത്യ സ്ഥിരീകരിച്ചതിന് തൊട്ടു പിന്നാലെ വാർത്താ സമ്മേളനം നടത്തിയ ഷഹബാസ് ഷെരീഫ് പറഞ്ഞത് വെടിനിർത്തൽ കരാർ വിശ്വസ്തയോടെ നടപ്പിലാക്കും, പാകിസ്ഥാൻ പ്രതിജ്ഞാബദ്ധം എന്നാണ്. അതായത് പാകിസ്ഥാന്റെ കാര്യത്തിൽ 2 തട്ടിലാണ് സൈന്യവും സർക്കാരുമുള്ളത്. 2 തരത്തിലാണ് സർക്കാർ സംവിധാനം പ്രവർത്തിക്കുന്നത്. ജനകീയ സർക്കാരെന്നും സേനാ സർക്കാരെന്നും സൈനിക സർക്കാരെന്നും. അപ്പോൾ ഈ 2 തട്ടിലുള്ള സർക്കാർ തമ്മിലുള്ള നിയന്ത്രണമില്ലായ്മയാണ് ഈ പ്രകോപനത്തിന് പിന്നിൽ എന്ന വിലയിരുത്തലുകളിലേക്കാണല്ലോ. കാരണം സൈനികരെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധമുള്ള സർക്കാർ സംവിധാനം എന്ന വിലയിരുത്തലുകൾ വ്യാപകമായി ഉയരുന്നുണ്ട്. ആ വിമർശനമാണ് ഉയരുന്നത്. സ്വാഭാവികമായും അപ്പോൾ ഇനിയും ആക്രമണം ഉണ്ടാകുമോ എന്ന ജാഗ്രത നമ്മുടെ രാജ്യത്തിനുണ്ടാകുമല്ലോ. തീർച്ചയായും അത്തരത്തിൽ ഈ പാകിസ്ഥാൻ്റെ സൈന്യവും ഭരണകൂടവും തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ചില അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഒരു ഏകോപനമില്ലായ്മ നിലവിൽ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് വലിയ തരത്തിലുള്ള മുൻകരുതലുകൾ, ജാഗ്രത ഇപ്പോൾ രാജ്യം സ്വീകരിച്ചിട്ടുണ്ട്. ഈ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ 3:35 സൈന്യങ്ങൾ 2 സൈനിക തലത്തിൽ ഒരു ചർച്ചയുണ്ടാകുന്നു. മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ പാകിസ്ഥാൻ തന്നെ അങ്ങനെ അനുനയ നീക്കം നടത്താൻ വേണ്ടി, അല്ലെങ്കിൽ സന്നദ്ധത അറിയിച്ചുകൊണ്ട് രംഗത്ത് വരികയും ഇന്ത്യ അതിനോട് സംബന്ധിച്ചുകൊണ്ട് സമാധാനം എന്നുള്ള നിലയിൽ അത്തരത്തിലൊരു തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. അതിനു മുന്നേ തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത്തരത്തിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ 3-ാം കക്ഷിയൊന്നും ആ ചർച്ചയിൽ ഇടപെട്ടിട്ടില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കുകയും ചെയ്യുന്നു. അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ അതിനുശേഷം 3:35 ഉണ്ടാകുന്ന ചർച്ചകൾ 5 മണിയോടെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നു. കൃത്യം 5 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് പ്രകോപനം. അതേസമയം പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി പറയുന്നു അത്തരത്തിൽ പ്രകോപനം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അതായത് ഇതിനിടയിൽ വലിയ ഏകോപന കുറവുണ്ടായിട്ടുണ്ട്. ഒന്നുകിൽ സൈന്യവുമായി നടത്തുന്ന ചർച്ചകൾ ഫലപ്രദമാകാത്തതാണോ എന്നുള്ളത് സംബന്ധിച്ച അതൊക്കെയും ഒരു സൈനിക തലത്തിൽ, അല്ലെങ്കിൽ ഭരണകൂടം സംബന്ധിച്ച് നടത്തേണ്ട ചർച്ചകളാണ്. അത് നാളെ നടക്കുന്ന ചർച്ചയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ തുടരെ നടക്കുന്ന ചർച്ചകളിലൊക്കെയും ഈ കാര്യങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിക്രം മിശ്രയുടെ പ്രതികരണത്തിന് ശേഷം അത്തരത്തിൽ ഇതൊന്നും നമ്മൾ അടിസ്ഥാനരഹിതമായി നൽകിയ വാർത്തകളല്ല എന്ന് സ്ഥിരീകരിക്കുന്ന പ്രതികരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ലംഘനമുണ്ടായി എന്ന്, പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ലംഘനമുണ്ടായി എന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വരുന്നു എന്നുള്ള ഘട്ടമാണ്. എന്തായാലും നിലവിലത്തെ സാഹചര്യം വെച്ച് ഇത്തരത്തിൽ പ്രകോപനങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പ്രകോപനം ഉണ്ടായിട്ടില്ല. മറിച്ച് ഇനി ഏതു തരത്തിൽ മുന്നോട്ട് പോകണമെന്നുള്ള ശക്തമായ നിർദ്ദേശം സൈന്യത്തിന് നൽകിയിട്ടുണ്ട്. അത് വെടിനിർത്തൽ ലംഘിച്ചതിന് പിന്നാലെ തന്നെ സൈന്യത്തിന് നൽകിയതാണ്. ശക്തമായ ജാഗ്രത അതിർത്തി മേഖലകളിൽ ഉണ്ടാകണം. പ്രത്യേകിച്ചും പാകിസ്ഥാൻ ഇത്തരത്തിൽ സൈനിക നടപടികൾ, പ്രകോപനങ്ങൾ ഉണ്ടായൊരു ഘട്ടം കൂടി മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ സൈന്യത്തിന് കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതിർത്തിയിൽ ജാഗ്രത തുടരണമെന്നും കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തണമെന്നുമാണ് ഇപ്പോൾ സൈന്യത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. അത്തരത്തിൽ അതിർത്തി മേഖലകളിൽ കനത്ത ജാഗ്രതയിൽ സൈന്യം മുന്നോട്ട് പോവുകയാണ്. അന്ന.